മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നേരിട്ടല്ലാതെയും ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് താമസിക്കുന്ന പലരെയും പല രീതിയിലാണ് ദുരന്തം ബാധിച്ചത്. അപ്പോൾ സർക്കാരിന്റെ പട്ടികയിൽ പെടാത്ത ആളുകളാണ് ഈ സമരത്തിലുള്ളത്. കാരണം അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ വീട്ടിലാരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. പക്ഷെ അപ്പോഴും അവര് ഇതുവരെ ജീവിച്ചു വന്ന സാഹചര്യമല്ല, ആ ജീവിത മാർഗം നഷ്ടപ്പെട്ടു. ഏത് സാഹചര്യത്തിലാണ് ഈ സമരം? ഞങ്ങളെ ലോണ് തള്ളിത്തരണം. ഞങ്ങൾക്ക് ഇനി അടക്കാൻ നിവർത്തില്ല, തൊഴിലില്ല, അത് അടച്ചു തരണം. ഞാനും എൻ്റെ ഭർത്താവും കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. പക്ഷേ എനിക്കിപ്പോൾ 7 ലക്ഷം റുപ്യ ലോണ് ഓൾറെഡി ഉണ്ട്. ഞാനൊരു കിഡ്നീൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ്. രണ്ടാൾക്കിപ്പോൾ തൊഴിലില്ല. എനിക്കൊരു പണിക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാ മഴയത്തും ഞങ്ങൾ ഈ കെട്ടും മറപ്പെടുത്ത് പോവുകയാണ്. നിങ്ങൾ എൻ്റെ വീട് വന്ന് കണ്ടിട്ട് അർഹത ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി. 7 ലക്ഷം രൂപ എനിക്കിനി കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിലില്ല. 10, 11, 12 വാർഡിലെ മുഴുവൻ ആൾക്കാരെ ലോണുകൾ തള്ള എന്ന് മന്ത്രി മിനിസ്റ്റർ പറഞ്ഞതാണ്. ഇന്ന് കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിക്കണേ. ഇന്ന് ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നത് എന്തിനറിയോ? ഞങ്ങൾ ഇവിടെ വന്ന എല്ലാ ജനങ്ങളും, അവിടെ താമസിക്കുന്ന കുറച്ച് ജനങ്ങളുള്ള അവളെ മൊത്തം ലോണുകൾ എഴുതി തള്ളണം. അതിനാണ് ഇന്ന് ഞങ്ങൾ പ്രതിഷേധത്തിനായിട്ട് വന്നിട്ട് അതിനൊരു തീരുമാനമാക്കാണ്. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോണില്ല. ഈ സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 33 കോടിയാണ്. അതായത് 3 വാർഡത്തെ മുഴുവൻ ബാധ്യതയ്ക്കാണ് ഈ സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷെ കേന്ദ്രം തള്ളൂല എന്ന് പറഞ്ഞപ്പോൾ കേരളം ഏറ്റെടുക്കുന്നു പറഞ്ഞതാണ് ഈ സംസ്ഥാനം. പക്ഷെ ഇവരുടെ മാനദണ്ഡത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവര് കുറഞ്ഞ ആളുകളെ മാത്രമാണ് ഇവരെ ഏറ്റെടുത്തത്. അതിന് നമ്മളെ മാറ്റി. അപ്പൊ എല്ലാ ഫണ്ടുകളും ശേഖരിക്കുമ്പോൾ 3 വാർഡിനെ ഉൾപ്പെടുത്തുകയും ഇവര് ചെയ്യുന്ന ഘട്ടെത്തുമ്പോൾ മാനദണ്ഡത്തിന്റെ പേരിൽ കുറച്ച് ആളുകളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ജീവിതമാർഗം നഷ്ടപ്പെട്ട പലരും ഇപ്പോൾ കടക്കെണിയിലാണ്. അവരെ കൂടി പരിഗണിക്കണം. അതുപോലെ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം.